നമ്മുടെ വീട് പൊടുന്നനെ ഒരു ദിവസം ആരെങ്കിലും ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു കളഞ്ഞാൽ എന്ത് ചെയ്യും? ഭരണകൂടവും പോലീസും ആ ബുൾഡോസറിന് കൂലി കൊടുക്കുന്നവരാകുമ്പോൾ നമ്മൾ എങ്ങോട്ട് പോകും? പോലീസ് കുറ്റം ചെയ്യുന്ന കാലത്ത് നമ്മൾ ആരോട് പറയും? ഐക്യരാഷ്ട്രസഭ, അതായത് UN വരെ ശ്രദ്ധിച്ച, വേവലാതി പ്രകടിപ്പിച്ച വീട് തകർക്കലുകൾ ഇന്ത്യയിൽ നടക്കുകയാണ്. 2022 ജൂണിൽ ഇന്ത്യ ഗവൺമെന്റിന് ഐക്യരാഷ്ട്രസഭ കത്തയച്ചിരുന്നു. മധ്യപ്രദേശ്, ഗുജറാത്ത്, ഡൽഹിയിലും നടന്ന ബുൾഡോസർ രാജുകളെ UN ഉദ്ധരിക്കുകയുണ്ടായി. മുസ്ലിം സമൂഹത്തിനെതിരെ കൂട്ടായ ശിക്ഷ അഥവാ കളക്റ്റീവ് പണിഷ്മെന്റ് നൽകുന്ന സ്വഭാവത്തിലുള്ള വീട് തകർക്കലുകൾ ഇന്ത്യയിൽ നടക്കുന്നു എന്നാണ് UN ചൂണ്ടിക്കാട്ടിയത്. ഈ തകർക്കലുകൾക്ക് പ്രത്യേകമായ സ്വഭാവം പോലുമുണ്ടെന്ന് UN ചൂണ്ടിക്കാട്ടി. രാജസ്ഥാനിലെ ഉദയ്പൂരിൽ കൗമാരക്കാരനായ ഒരു മുസ്ലിമിന്റെ വീട് ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ച വാർത്ത വന്നിട്ട് ദിവസങ്ങളായിട്ടില്ല. പോലീസ് സ്റ്റേഷന് മുൻപിൽ പ്രതിഷേധത്തിൽ ഉൾപ്പെട്ടു എന്ന് ആരോപിച്ച് മധ്യപ്രദേശിൽ മറ്റൊരു മുസ്ലിം യുവാവിന്റെ വീട് കഴിഞ്ഞ ദിവസമാണ് ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തത്. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ആക്ടിവിസ്റ്റായ ജാവേദ് മുഹമ്മദിന്റെ വീട് ബുൾഡോസർ ഉപയോഗിച്ച് തകർത്ത വാർത്ത നമ്മളൊക്കെ കണ്ടതാണ്. ഡൽഹിയിലെ മാനസരോവർ പാർക്കിലും പൊളിച്ചുമാറ്റൽ നടന്നിരുന്നു. അവിടെ വ്യത്യസ്ത മതത്തിൽപ്പെട്ടവർ ജീവിച്ചിരുന്നിട്ടും മുസ്ലിങ്ങളുടെ ഭവനങ്ങൾ മാത്രം തിരഞ്ഞുപിടിച്ച് പൊളിച്ചതിനെ ഐക്യരാഷ്ട്രസഭ ഇന്ത്യക്ക് എഴുതിയ കത്തിലും പരാമർശിച്ചിരുന്നു. മധ്യപ്രദേശിലെ ഗാർഗോണിൽ 45 വീടുകളാണ് തകർത്തത്. സാമൂഹിക പ്രവർത്തക അഫ്രീൻ ഫാത്തിമയുടെ വീട് തകർത്ത് കളയുന്നതിന് തൊട്ട് മുൻപ് യോഗി ആദിത്യനാഥിന്റെ മീഡിയ ഉപദേഷ്ടാവ് ബുൾഡോസറിന്റെ ചിത്രങ്ങൾ ട്വീറ്റ് ചെയ്യുകയുണ്ടായി. യോഗി ആദിത്യനാഥ് ബുൾഡോസർ രാജിന് കൊടുത്ത പിന്തുണ മൂലം യോഗിയെ അവിടങ്ങളിൽ വിളിക്കുന്നത് ബുൾഡോസർ ബാബ എന്ന് പോലുമാണ്. ഇന്ത്യ പോലെ ഒരു ഹിന്ദു മെജോറിറ്റേറിയൻ സർക്കാർ ഭരിക്കുന്ന രാജ്യത്ത് മുസ്ലിങ്ങളുടെ വീടുകൾ ബുൾഡോസറിനാൽ ഇടിച്ചു കളയുന്നത് മൂലം ഉണ്ടാകുന്ന പ്രത്യാഘാതം നമുക്ക് ഊഹിക്കുന്നതിനും അപ്പുറമാണ്. മനഃശാസ്ത്രപരമായി നിങ്ങൾ ആ സമൂഹത്തിലെ ഒരു പക്ഷത്തെ, ഒരു കൂട്ടം മനുഷ്യരെ മുഴുവൻ ഭയപ്പെടുത്തുകയും ടെററൈസ് ചെയ്യുകയുമാണ്. അങ്ങനെയാണ് ഒരാളുടെ വീട് പൊളിക്കുമ്പോൾ 100 മനുഷ്യർ ഭയക്കുകയും നിലവിളിക്കുകയും ചെയ്യുന്നത്. കല്ലും മണ്ണും കൊണ്ട് കെട്ടിപ്പൊക്കുന്നത് കൊണ്ട് മാത്രമല്ല, അതിവൈകാരിക അവസ്ഥകളൊക്കെ വീടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൂടിയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനൊടുക്കം ബ്രിട്ടീഷുകാർ ഇന്ത്യയോട് ചെയ്ത് എന്താണെന്ന് ഓർത്തെടുക്കേണ്ടതാണ്. പുതിയൊരു മുന്നേറ്റത്തെ തടയാൻ ഡൽഹി ആകെ തകർത്ത് കളഞ്ഞു. വീടും കുടിയും കെട്ടിടങ്ങളും തകർത്തു. ഡൽഹി ആകെ നിശബ്ദമായത് അങ്ങനെ കൂടിയാണ്. പലസ്തീനിലെ മനുഷ്യരുടെ വീടുകൾ ഇസ്രയേൽ തകർത്ത് കളയുന്ന സംഭവങ്ങളെ മാധ്യമങ്ങൾ ഇന്ത്യയിൽ നടക്കുന്ന ബുൾഡോസർ രാജ്യമായി ചേർത്ത് വയ്ക്കുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭ വീട് തകർക്കുന്ന ഈ നടപടിയെ യുദ്ധക്കുറ്റമായി പ്രഖ്യാപിച്ചിരുന്നു. ജനീവ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ കമ്മീഷൻ ഓഫ് ജൂറിസ്റ്റ് പറയുന്നത് ഇന്ത്യയിലെ ബുൾഡോസർ രാജിന് ഒരു പാറ്റേൺ ഉണ്ടെന്നാണ്. അത് മൈനോറിറ്റി മുസ്ലിങ്ങളെ വേട്ടയാടുന്നുണ്ടെന്നും അവരെ സൈലൻസ് ചെയ്യിക്കാനുള്ള നടപടിയാണെന്നുമാണ് ഇവർ പറയുന്നത്. മുസ്ലിം സമൂഹത്തിലുടനീളം ഭയം ഉണ്ടാക്കുക എന്നത് അതിൻ്റെ പ്രാഥമിക കാരണമാണെന്നും പറയുന്നുണ്ട്. ഇസ്രയേൽ നടത്തുന്നതിന് സമാനമാണ് ഇന്ത്യയിൽ നടക്കുന്നത്. പ്യൂണിറ്റീവ് ഡിമോളിഷൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ആരെങ്കിലും കുറ്റം ചെയ്തതെന്ന് തോന്നിയാൽ അത് ന്യൂനപക്ഷ സമൂഹത്തിൽ നിന്നാണെങ്കിൽ കുറ്റാരോപിതൻ്റെ അമ്മയും സഹോദരിയും മകനും ഭാര്യയും ഒക്കെ ഉൾപ്പെട്ട കുടുംബത്തെ മൊത്തം ശിക്ഷിക്കുക, അവരുടെ വീട് തകർത്ത് കളയുക. 1948 സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ അവിഭാജ്യമായ അവകാശമാണ് വീടിനുള്ള അവകാശം. പുറത്താക്കപ്പെടാതെ, തകർത്തു കളയപ്പെടാതെ, വിരട്ടിയോടിക്കപ്പെടാതെ സുരക്ഷിതമായി ജീവിക്കാനുള്ള അവകാശമാണത്. സുരക്ഷിത ബോധം, സ്വകാര്യത, സ്വത്വബോധം, ജീവിച്ചിരിക്കാനുള്ള ഏറ്റവും അടിസ്ഥാനമായ അന്തസ്സ്, സ്വതന്ത്രതാബോധത്തോടെ മടങ്ങി വരാനും ഉറങ്ങിക്കിടക്കാനുമുള്ള അവകാശം, അങ്ങനെ എല്ലാം വീടുമായും അവനവൻ്റെ കൊച്ചു കൂരയുമായും ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. വീട് പൊളിക്കുന്നത്, മനുഷ്യരെയൊക്കെ വഴിയാധാരമാക്കുന്നത് മനുഷ്യത്വത്തിനെതിരെ നടത്തുന്ന കൊടും കുറ്റമാണ്.